ദയവായി തുടരുക. നടൻ ജഗദീഷ് മാധ്യമങ്ങളെ കാണുകയാണ് എന്റെ ശബ്ദ സംപ്രേഷണത്തിലേക്ക്. അപ്പൊ വർഷങ്ങൾക്ക് ശേഷം ഈ റിപ്പോർട്ടില് കാര്യങ്ങൾ വന്നതിന് ശേഷമുള്ള ഒരുപാട് കാര്യങ്ങളിൽ വളരെ അധികം മാറ്റങ്ങൾ ഉണ്ടായിട്ടുണ്ട് എന്ന് കരുതി ഹേമ കമ്മിറ്റിക്ക് മുമ്പാകെ കൊടുത്തിട്ടുള്ള മൊഴികൾ അപ്രസക്തമാണെന്ന് ഞാൻ പറയില്ല. 5 കൊല്ലം മുമ്പ് നടന്നാലും 10 കൊല്ലം മുമ്പ് നടന്നിരുന്നാലും അട്രോസിറ്റീസ്, ലൈംഗികമായ ചൂഷണം അതൊരിക്കലും സ്വാഗതം ചെയ്യപ്പെടേണ്ട ഒരു കാര്യമല്ല. അതിന് നിയമ നടപടികൾ വരണം. ഇത് അമ്മ എന്ന് പറയുന്ന ഈ മെമ്പേഴ്സ് ഇനിയിപ്പോ ആരോപണങ്ങൾ ആർക്കെങ്കിലും നേരെ വന്നിട്ടുണ്ടെങ്കിൽ അവര് അഗ്നിശുദ്ധി തെളിയിക്കട്ടെ. ജഗദീഷിന്റെ ഒരു പ്രധാനപ്പെട്ട കാര്യം, ഇത് 2 വർഷത്തിൽ നീണ്ടുന്ന ഒരു അന്വേഷണമാണ് നടന്നത്. പലരും തെളിവ് സഹിതം വാട്സപ്പ് മെസ്സേജ്, വീഡിയോ, അതുപോലെ ഓഡിയോ തെളിവ് സഹിതം കൊടുത്തിട്ടുണ്ട്. ഇത്തരം ഒരു സാഹചര്യം നിലനിൽക്കെ ഇനിയും ഇതേ ആളുകൾ, ഇതേ മൊഴി കൊടുത്തവർ വീണ്ടും പരാതി തന്നാലേ അന്വേഷിക്കൂ എന്ന സർക്കാർ നിലപാട് താങ്കൾ യോജിപ്പുണ്ടോ? ആവശ്യമുണ്ടോ? അല്ല, സർക്കാരിന്റെ ആ നിലപാട് ഹൈക്കോടതി അക്സെപ്റ്റ് ചെയ്തിട്ടില്ല. ഹൈക്കോടതി താങ്കൾക്ക് ഒരു അമ്മയെ വൈസ് പ്രസിഡന്റിനപ്പുറം താങ്കൾ വ്യക്തിപരമായി ഒരു സ്ത്രീധൻ നടന്ന നിലയിൽ ഈ മൊഴി കൊടുത്തവർ വീണ്ടും പരാതി തന്നാൽ മാത്രമേ അന്വേഷിച്ച് കേസെടുക്കാൻ പാടുള്ളൂ എന്നതിനോട് യോജിക്കുന്നുണ്ടോ? അതിനോട് യോജിക്കുന്നില്ല. വീണ്ടും മൊഴി കൊടുക്കണമെന്ന് പറയുന്നത് അവരെ വേദനിപ്പിക്കുന്നതിന് തുല്യമാണ്. മൊഴി കൊടുത്തിട്ടുണ്ട്, അവർ ആ മൊഴിയിൽ ഉറച്ചു നിൽക്കുന്നു. ആ മൊഴി മാറ്റി പറയാൻ അവർ സന്നദ്ധരല്ലെങ്കിൽ നിയമ നടപടികളുമായിട്ട് മുന്നോട്ട് പോകണം, കേസെടുക്കണം. തീർച്ചയായിട്ടും ഇതിൽ വന്നിട്ടുള്ള അതിന് കോടതി വിധി അനുസരിച്ചാണ് കേട്ടോ. ഇത് സബ്ജുഡീസ് ആവരുത്. കോടതി പറയുകയാണ്, വ്യക്തമായ കോടതിക്ക് ബോധ്യമുണ്ടെങ്കിൽ അവർക്കെതിരെ നടപടി വരട്ടെ. അവർക്കെതിരെ നടപടി വന്നാൽ, അവർക്കെതിരെ കേസ് ഇനിഷ്യേറ്റ് ചെയ്യാൻ കോടതി പറഞ്ഞാൽ അമ്മ ഈ അംഗങ്ങൾക്കെതിരെ അച്ചടക്ക നടപടി സ്വീകരിക്കും, ഉറപ്പാണ്. കോടതി പറയുകയാണ് ഇതില് ഇന്നാർക്കെതിരെ കേസ് നടപടികൾ അല്ലെങ്കിൽ കേസ് എടുക്കണം എന്ന് കോടതി പറഞ്ഞാൽ ആ നിമിഷം അച്ചടക്ക നടപടി അമ്മയുടെ ഭാഗത്തു നിന്നും ഉണ്ടാവും. റിപ്പോർട്ടിലെ പ്രധാന ചൂണ്ടിക്കാണിക്കലാണ് ഈ പവർ ഗ്രൂപ്പ്. എഎംഎംഎയുടെ പ്രസ് മീറ്റ് കഴിഞ്ഞപ്പോൾ അങ്ങനെ ഒന്നും ഇല്ല എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അല്ല, പവർ ഗ്രൂപ്പ് എന്ന് പറയുന്നത് ഇത് ആലങ്കാരികമായിട്ടുള്ള ഒരു പദമാണ്. പവർ ഗ്രൂപ്പ് എന്ന് പറഞ്ഞ് എവിടെയെങ്കിലും നിങ്ങൾ ഇതുവരെ കേട്ടിട്ടില്ലല്ലോ. അപ്പൊ അത് ആലങ്കാരികമായിട്ടുള്ള ഒരു പദമാണ്. പവർ ഗ്രൂപ്പ് എന്ന് പറഞ്ഞാൽ ഇൻഫ്ലുവൻഷ്യൽ ഗ്രൂപ്പ് എന്നൊക്കെ ആയിരിക്കാം ഉദ്ദേശിച്ചിട്ടുള്ളത് ഈ പറഞ്ഞിട്ടുള്ളവർ. അപ്പോ ജസ്റ്റിസ് ഹേമ എന്ന് പറയുമ്പോൾ അവര് വളരെ ഇൻഫ്ലുവൻഷ്യൽ ആയിട്ടുള്ള ഒരു പൊസിഷനിൽ ഇരുന്ന ഒരു വനിതയാണ്. അപ്പൊ അവരെ സംബന്ധിച്ചിടത്തോളം പവർ ഗ്രൂപ്പ് എന്നുള്ള ആലങ്കാരികമായിട്ടുള്ള ഒരു പദമായിട്ട് കണക്കാക്കുന്നുള്ളൂ. അല്ലെങ്കിൽ നിങ്ങൾക്ക് തന്നെ അറിയാം, ഇതുവരെ ഇല്ലാത്ത ഒരു പദമാണ് പവർ ഗ്രൂപ്പ്. ഞാൻ കേട്ടിട്ടില്ല. അപ്പൊ ഇങ്ങനെ വന്ന ഇൻഫ്ലുവൻഷ്യൽ ഗ്രൂപ്പ് അല്ലെങ്കിൽ ഈ വ്യവസായത്തെ നിയന്ത്രിക്കാൻ കഴിവുള്ള പ്രബലമായ ശക്തന്മാരുടെ ഒരു ഗ്രൂപ്പ്, ആധിപത്യം എന്നായിരിക്കും ഉദ്ദേശിച്ചത്. അത് അല്ല, മാഫിയ അങ്ങനെ ഒരു മാഫിയ ഉണ്ടെന്ന് എനിക്ക് തോന്നിയിട്ടില്ല. മാഫിയ ഏതെങ്കിലും തരത്തിൽ ഇത് ഒരുപാട് കോടികൾ മുടക്കിയിട്ടുള്ള വ്യവസായമാണ്. അവിടെ മാഫിയ എന്നൊക്കെ പറയില്ല. ഒരു കാസ്റ്റിംഗിലാണെങ്കിൽ ശരി, ഒരു റോളിന് എനിക്ക് പറ്റിയ റോളാണെങ്കിൽ എന്നെ വിളിക്കും. അത് സിദ്ദിഖിനെ പറ്റിയാണെങ്കിൽ സിദ്ദിഖിനെ വിളിക്കും. അത് ഞാൻ പരിഭവിച്ചിട്ട് കാര്യമില്ല. അപ്പൊ അത്തരത്തിലുള്ള കാസ്റ്റിംഗ് അത് വനിതകളുടെ കാര്യത്തിൽ നിന്നായിരുന്നാലും പിന്നെ പരിഭവങ്ങൾ ഉണ്ടാവാം. പിന്നെ കാസ്റ്റിംഗ് കൗച്ച് എന്നൊക്കെ പറയുന്നത് ചില വനിതകൾക്ക് അങ്ങനെയുള്ള അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അവരത് പറയുമ്പോൾ അവർക്കത് പറയാൻ അവകാശം എന്താ? അന്ന് പറയേണ്ടതല്ലേ എന്ന് ചോദിക്കാൻ ഞാനാളല്ല. അവർക്ക് എന്ന് വേണമെങ്കിലും പരാതി രേഖപ്പെടുത്താം. ഇനിയും കൂടുതൽ പരാതികൾ വന്നേക്കാം. അതിനെ ഒക്കെ തന്നെ നമ്മൾ നോക്കേണ്ടത് ഈ ഹേമ കമ്മിറ്റി എന്ന് പറയുന്നത് ഞാൻ കാണുന്നത്, അല്ലെങ്കിൽ അമ്മയുടെ വൈസ് പ്രസിഡന്റ് എന്ന നിലയിൽ ഞാൻ കാണുന്നത്, ഇൻഡസ്ട്രി എങ്ങനെ മെച്ചപ്പെടുത്തി കൊണ്ടുപോകാം. ഇനി ഇത്തരം പരാതികൾ ഇതേപോലെ മാധ്യമങ്ങൾ ഇതേപോലെ നിന്ന് ചൂഷണത്തെക്കുറിച്ച്, സ്ത്രീകൾക്ക് നേരെ നടക്കുന്ന ചൂഷണത്തെക്കുറിച്ച് ഇനിയും ഇതേപോലെ ഒരു വിശദീകരണം നടത്താൻ എനിക്ക് ഇടവരാതിരിക്കട്ടെ എന്നുള്ളതാണ് എന്റെ പ്രാർത്ഥന. ഒരു കാര്യം താങ്കൾ പറഞ്ഞു, ഹൈക്കോടതി ഇന്ന ആളുകൾക്കെതിരെ കേസെടുക്കണമെന്ന് പറഞ്ഞ ഉടൻ തന്നെ അമ്മ അവർക്കെതിരെ നടപടിയെടുക്കുമെന്ന് താങ്കൾ പറഞ്ഞു. പക്ഷേ അമ്മയുടെ ഒരു ചരിത്രം പരിശോധിച്ചാൽ മുമ്പ് പല സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ഇപ്പൊ ദിലീപിന്റെ ഇഷ്യൂ വന്നിട്ടുണ്ട്, അലൻസിയൊക്കെ വന്നിട്ടുണ്ട്, വിജയബാബുവിന്റെ വന്നിട്ടുണ്ട്. അവർക്കെതിരെ കേസെടുത്തിട്ടുണ്ട്. അപ്പോഴൊന്നും ഒരു നടപടി പോലും അമ്മയുടെ ഭാഗത്തുണ്ടായിട്ടില്ല. മാത്രമല്ല ദിലീപിന്റെ കാര്യത്തിലാണെങ്കിൽ തുടക്കത്തിൽ നിന്ന് പുറത്താക്കി അദ്ദേഹത്തെ വീട് തിരിച്ചെടുക്കുക ചെയ്തിട്ടുണ്ട്. അല്ല, ആ കേസിൽ തന്നെ ദിലീപിന്റെ കേസിൽ ദിലീപ് രാജിവെക്കുകയാണ് ഉണ്ടായത്. അപ്പൊ അമ്മയുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കാൻ പാടില്ല എന്നൊരു പൊതുസമൂഹത്തിൽ നിന്ന് നിർദ്ദേശം വന്നപ്പോൾ ഒന്നുകിൽ പുറത്താക്കാൻ, സ്വയം മാറിയ ഒരാൾക്ക് നേരെ വീണ്ടും അച്ചടക്ക നടപടി എടുക്കേണ്ട കാര്യമില്ല. അപ്പൊ അത് വളരെ അമിക്കബിൾ ആയിട്ടുള്ള സെറ്റിലായ ഒരു വിഷയമാണ്. സംഘടനയിൽ നിന്ന് പുറത്താക്കുകയല്ല ചെയ്തത്. അല്ല, മനസ്സിലായി. അതെ, സംഘടനയിൽ അങ്ങനെ ഒരു തീരുമാനം വരുന്നതിന് മുമ്പ് അദ്ദേഹം രാജിവെച്ചു. അപ്പൊ രാജിവെച്ച ഒരാളെ പുറത്താക്കേണ്ട കാര്യമില്ല. അപ്പൊ അതിന് ധാർമ്മികമായി ഒരു നിലപാടെന്ന് പറയുന്നത് അമ്മ രാജിവെച്ച ഒരാൾക്കെതിരെ നടപടി സ്വീകരിക്കേണ്ട കാര്യമില്ല. പിന്നെ ഈ വിഷയത്തിലും കോടതി പറയുന്നതാണ് അന്തിമമായ വാക്ക്. ദിലീപ് നടിയെ ആക്രമിച്ച കേസിലും കോടതി വിധി കാത്തിരിക്കുകയാണ് ജനങ്ങൾ. അപ്പൊ നിരപരാധിയാണെന്ന് പറഞ്ഞാൽ അങ്ങനെ, അപരാധിയാണെന്ന് പറഞ്ഞാൽ അങ്ങനെ. ഇതിനകത്ത് ഏതെങ്കിലും ഒരു പക്ഷം പിടിച്ച് നമ്മൾ സംസാരിക്കുന്നത് ശരിയല്ല.
നടിയുടെ ഭാഗത്തു നിന്നും, ആക്രമിക്കപ്പെട്ട നടിയുടെ ഭാഗത്തു നിന്നും നീതി കിട്ടണം എന്ന കാര്യത്തിൽ അമ്മ ഉറച്ചു നിൽക്കുന്നു. ഇനി ആരാണ് കുറ്റവാളി എന്ന കാര്യത്തിൽ കോടതി തീരുമാനിക്കും. അപ്പോൾ തീരുമാനിക്കുമ്പോൾ ആ കോടതിയുടെ നിയമം അനുസരിക്കാൻ നമ്മളെല്ലാവരും ബാധ്യസ്ഥരാണ്. അത് സിനിമാക്കാർ മാത്രമല്ല, കേരളത്തിലെ എല്ലാവരും, അല്ലെങ്കിൽ ലോകത്തുള്ള എല്ലാവരും ആ കോടതി വിധി അനുസരിച്ചേ പറ്റുള്ളൂ. കാര്യങ്ങൾ അമ്മയിൽ മാത്രം നിൽക്കുന്നില്ല. ആത്മാ പ്രസിഡന്റിനെതിരെ പരാമർശമുണ്ട് ഈ കമ്മിറ്റിയുടെ റിപ്പോർട്ടിൽ. ആത്മാ പ്രസിഡന്റ് സംസ്ഥാന മന്ത്രിസഭയിലെ ഒരു അംഗം കൂടിയാണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും ഇത്തരത്തിലുള്ള ആളുകൾ, രാഷ്ട്രീയത്തിലുള്ളവർ സിനിമയിലും സിനിമയിലുള്ളവർ രാഷ്ട്രീയത്തിലുള്ളത് കൊണ്ടാണോ ഈ റിപ്പോർട്ടുകൾ ഇങ്ങനെ 4 വർഷമൊക്കെ അടയിരുന്നു പോകുന്നത്? അല്ല, റിപ്പോർട്ട് എന്തുകൊണ്ടാണ് ഇത്രയും കാലം ഇങ്ങനെ കോൾഡ് സ്റ്റോറേജിലായി പോയതെന്ന കാര്യത്തിൽ മതിയായ വിശദീകരണം ലഭിച്ചിട്ടില്ല. അത് ഇൻഫർമേഷൻ, അത് അങ്ങനെ റൈറ്റ് ടു ഇൻഫർമേഷൻ പ്രകാരം ഇത് ഇപ്പൊ പുറത്തുവിടണ്ട എന്ന് പറഞ്ഞതുകൊണ്ടാണ് ഇങ്ങനെ കോൾഡ് സ്റ്റോറേജിലായതെന്നൊരു വിശദീകരണമുണ്ട്. അങ്ങനെയാണെങ്കിൽ തന്നെ റിലീസ് ചെയ്യാമായിരുന്നു എന്ന പക്ഷമുണ്ട്. അതിന്റെ നിയമവശങ്ങൾ പറയാൻ ഞാൻ ആളല്ല. പക്ഷേ ഇത്രയും നാൾ ഇങ്ങനെ വയ്ക്കാൻ പാടില്ലായിരുന്നു. 5 വർഷം മുമ്പ് അതിനും മുമ്പ് നടന്ന കാര്യങ്ങളെക്കുറിച്ചുള്ള ഒരു സമഗ്ര പഠനം നടത്തിയതിനു ശേഷം അതിന്റെ ഫൈൻഡിങ്സ് വീണ്ടും 5 വർഷത്തിന് ശേഷം വരുമ്പോൾ ഔട്ട്ഡേറ്റഡ് എന്ന് പറയില്ല, അതിലെ വിഷയങ്ങൾക്ക് പ്രസക്തിയുണ്ട്. പക്ഷേ നമ്മളിത് അന്ന് തന്നെ പ്രസിദ്ധീകരിച്ചിരുന്നെങ്കിൽ ഈ കാര്യങ്ങൾക്കെല്ലാം ഇന്നെത്തുമ്പോൾ ഒരുപാട് കാര്യങ്ങൾക്ക് പരിഹാരമുണ്ടാകുമായിരുന്നു. ഈ 5 വർഷം ഈ കോൾഡ് സ്റ്റോറേജിലിരുന്ന പീരീഡ്, ആ പീരീഡിൽ ഇപ്പൊ നടിമാര് ആരോപണം ഉന്നയിക്കുന്നുണ്ടെങ്കിൽ ഈ നടിമാരുടെ ആരോപണം ഇന്നുണ്ടാകുമായിരുന്നില്ല. 5 വർഷം മുമ്പ് ഇത് പുറത്തിറങ്ങിയിരുന്നെങ്കിൽ ഈ റിപ്പോർട്ട് തയ്യാറാക്കിയതിനു ശേഷമുള്ള, അല്ലെങ്കിൽ ഇന്ന് വരെയുള്ള ഈ പീരീഡിൽ നിങ്ങൾ പറയുന്ന അഭിനേത്രികൾക്ക് കുറച്ചു പേർക്ക് പരാതിയുണ്ട്, ആ പരാതി ഉണ്ടാകുമായിരുന്നില്ല. ഇപ്പൊ ഒരു ഭയമുണ്ട്. ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തു വന്നതിന് ശേഷം ഇൻഡസ്ട്രിയിൽ ഇങ്ങനെയൊക്കെ വന്നാൽ ഇത് ചോദിക്കാനും പറയാനുമൊക്കെ ഇവിടെ ഒരു സംവിധാനമുണ്ട്, സംഘടനകളുണ്ട്, കോടതിയുണ്ട്, ഇതേപോലുള്ള കമ്മിറ്റികളുണ്ടാവും, സർക്കാരുണ്ടാവും എന്ന ഭയം എല്ലാവരിലും ഉണ്ട്. തെറ്റ് ചെയ്യുന്നവരുടെ മനസ്സിൽ കൂടുതലുണ്ടാവും. താങ്കൾ അമ്മയുടെ വൈസ് പ്രസിഡന്റാണ്. ഈ ജനറൽ സെക്രട്ടറി എന്ന നിലയിൽ ആ സ്ഥിതിയെ കുറച്ചുകൂടി ശക്തമായ ഒരു നിലപാട് സ്വീകരിക്കേണ്ടിയിരുന്നെന്ന് തോന്നുന്നുണ്ടോ? അതെ, ഞങ്ങൾ ഒറ്റക്കെട്ടായിട്ട് മൂവ് ചെയ്യുമ്പോൾ ജനറൽ സെക്രട്ടറിയെ കുറിച്ച് ഒരു എന്തെങ്കിലും രീതിയിലുള്ള ഒരു പരാതിയോ പരിഭവമോ പറയുന്നത് ശരിയല്ല. നമ്മൾ ഒറ്റക്കെട്ടായി എടുത്ത തീരുമാനമാണ്, ഈ എക്സിക്യൂട്ടീവിന്റെ തീരുമാനമാണ്. അത് നമ്മൾ ഫോണിലൂടെയൊക്കെ നിർദ്ദേശിച്ച് നിങ്ങളിൽ പലരും എന്നെ ഇടതടവില്ലാതെ വിളിക്കുന്നുണ്ടായിരുന്നു. അപ്പോഴൊക്കെ ഞാൻ പറഞ്ഞു, എക്സിക്യൂട്ടീവ് കമ്മിറ്റിയുടെ ഒരു ധാരണയിലെത്തിയതിനു ശേഷം മാത്രമേ ഞാൻ മാധ്യമങ്ങളെ അഭിമുഖീകരിക്കൂ എന്ന് പറഞ്ഞു. അപ്പൊ അതിനുശേഷം ധാരണയിലെത്തിയ ബഹുമാനപ്പെട്ട പ്രസിഡന്റും ജനറൽ സെക്രട്ടറിയും ഒക്കെ ഞങ്ങളോട് ചോദിച്ചിട്ട് ഞങ്ങളുടെയും കൂടെ അഭിപ്രായം കണക്കിലെടുത്തിട്ടാണ് വ്യക്തമായ ഒരു തീരുമാനം സിദ്ദിഖ് പറഞ്ഞിട്ടുള്ളത്. ആ പറഞ്ഞതിൽ ഏതെങ്കിലും കാര്യത്തിൽ നിങ്ങൾക്ക് എന്തെങ്കിലും രീതിയിൽ സംശയങ്ങളുണ്ടെങ്കിൽ അത് ക്ലാരിഫൈ ചെയ്യാനും കൂടിയാണ് ഞാൻ ഇവിടെ നിൽക്കുന്നത്. ഒരു കാര്യം കൂടി, ഈ ആക്രമിക്കപ്പെട്ട ഈ നടിയോട് അമ്മ പുലർത്തിയ സമീപനം അത് ശരിയായ സമീപനമായിരുന്നു എന്ന് ജഗദീഷ് ഇപ്പോൾ തോന്നുന്നുണ്ട്? അല്ല, ഞാൻ പറഞ്ഞല്ലോ, അതിന് വ്യക്തമായ നിലപാടാണ്. ആക്രമിക്കപ്പെട്ട നടിയുടെ കാര്യത്തിൽ നീതി കിട്ടണം. അതില് തീർച്ചയായിട്ടും യഥാർത്ഥ പ്രതികൾ ശിക്ഷിക്കപ്പെടണം. അതാരാണെന്ന് കോടതി വളരെ സമയമെടുത്താണ്, കൂടുതൽ സമയമെടുത്താണ് അതിന്റെ വാദങ്ങളൊക്കെ നടക്കുന്നത്. വീണ്ടും വീണ്ടും അതിന്റെ പല വശങ്ങളും അന്വേഷിക്കുന്നുണ്ടെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഇല്ലെങ്കിൽ ഇത്രയും നീണ്ടുപോയ ഒരു സംഭവം ഇല്ല. അപ്പോൾ സ്വാഭാവികമായിട്ടും നീതി കിട്ടും എന്ന് തന്നെയാണ് എന്റെ വിശ്വാസം. ഈ ആത്മാ പ്രസിഡന്റിനെതിരായിട്ടുള്ള പരാമർശത്തെ എങ്ങനെയാണ് കാണുന്നത്? ഇതില് ഈ ആത്മാ പ്രസിഡന്റ് എന്നല്ല, അമ്മയുടെ പ്രസിഡന്റ് എന്നല്ല, നമ്മൾ ഇതിനകത്ത് ആരോപണങ്ങൾ ആർക്ക് നേരെ വന്നിരുന്നാലും അത് അന്വേഷിക്കപ്പെടണം, അത്രേ ഉള്ളൂ. അതല്ലാതെ അത് ആരെന്ന് മനസ്സിലാക്കാതെ നമുക്ക് പറയില്ല. വ്യക്തിപരമായി ഇപ്പോ എന്താ പറയാ, അമ്മയുടെ പ്രസിഡന്റിനെതിരെയോ ജനറൽ സെക്രട്ടറിയെതിരെയോ വൈസ് പ്രസിഡന്റായ എനിക്കെതിരെയോ ഒരു ആരോപണം വന്നിട്ടില്ല. ഏതെങ്കിലും രീതിയിൽ ആരോപണം ഉണ്ടെന്ന് നിങ്ങൾക്ക് എന്തെങ്കിലും അറിവ് ലഭിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഉത്തരം നൽകാൻ ഞാൻ ബാധ്യസ്ഥനാണ്. ഈ വാർത്താ സമ്മേളനത്തിലുടനീളം, അമ്മയുടെ വാർത്താ സമ്മേളനത്തിലുടനീളം കേട്ടൊരു വാക്കുണ്ട്, ഒറ്റപ്പെട്ട സംഭവങ്ങൾ. ഇതെല്ലാം കൂടി ഒറ്റപ്പെട്ടതാണോ? 14 സംഭവങ്ങൾ ഒറ്റപ്പെട്ടതായിട്ട് അല്ല. ഇത് ഒറ്റപ്പെട്ട സംഭവം എന്ന് വിശദീകരിക്കുന്നത് അതിനോട് വ്യക്തിപരമായി എനിക്ക് യോജിപ്പില്ല. അത് ഒരു രക്ഷപ്പെടലാണ്. ഒറ്റപ്പെട്ട സംഭവമാണെങ്കിൽ തന്നെ, ഒരു സംഭവമാണെങ്കിൽ പോലും അതിനെതിരെ നടപടി വേണമെന്ന പക്ഷക്കാരനാണ് ഞാൻ. ഈ സാധാരണ രാഷ്ട്രീയത്തിൽ എന്ത് നടക്കുമ്പോഴും, ഒരു അക്രമം നടക്കുമ്പോൾ ഭരണപക്ഷം പറയും അത് ഒറ്റപ്പെട്ട സംഭവമാണെന്ന്, പ്രതിപക്ഷം പറയും ഒറ്റപ്പെട്ട സംഭവമല്ല, അത് ഇന്ന രീതിയിലാണെന്ന്. അത് മാറി മാറി വരുന്ന രാഷ്ട്രീയം, ആ രാഷ്ട്രീയം ഇതിനകത്തില്ല. ഇതിനകത്ത് ഒറ്റപ്പെട്ട സംഭവമാണെങ്കിലും അത് 50 പേർക്ക് പരാതിയുള്ളെങ്കിലും 70 പേർക്ക് പരാതിയുള്ളെങ്കിലും 5 പേർക്ക് മാത്രമേ പരാതി ഉള്ളെങ്കിൽ പോലും അത് അന്വേഷിക്കപ്പെടേണ്ടതാണ്. അതിൽ പുകമറ സൃഷ്ടിക്കാൻ പാടില്ല. നമ്മള് ഇൻഡസ്ട്രിയിൽ എല്ലാവരും ഐക്യത്തോടെ പോകുന്നു, എല്ലായിടത്തും എക്സ്പ്ലോയിറ്റേഷൻ ആണെന്ന് പറഞ്ഞാൽ അത് ശരിയാവില്ല. അത് വ്യക്തിപരമായി തന്നെ ഞാൻ നിങ്ങളോട് പറയുന്നു, സത്യസന്ധമായി പറയുന്നു. അങ്ങനെ എല്ലായിടത്തും എക്സ്പ്ലോയിറ്റേഷൻ ഇല്ല, അത് നിങ്ങൾക്കും അറിയാം. നിങ്ങൾ എന്തുകൊണ്ടാണ് ഇത്രയും ജാഗ്രതയോടെ ചോദിക്കുന്നത്? ഇത് എല്ലാവരെയും ഞെട്ടിച്ച കുറെ വാർത്തകളുണ്ട്. അതുകൊണ്ടാണ് നിങ്ങൾ ഇത്രയും കൺസേൺഡ് ആവുന്നത്. ആ കൺസേൺ നല്ലത് തന്നെയാണ്.
മാധ്യമങ്ങളെ ഒരു കാരണവശാലും ഞാൻ കുറ്റപ്പെടുത്തില്ല. ഞാനൊരു മാധ്യമ പ്രവർത്തകനാണെങ്കിൽ നിങ്ങൾ ഈ ചോദിച്ച കാര്യങ്ങളെല്ലാം ഞാൻ ചോദിക്കും. അത് ചോദിക്കേണ്ടത് നിങ്ങളുടെ ഉത്തരവാദിത്വമാണ്. പക്ഷേ ആ കൺസേൺ നമുക്ക് ഒരുമിച്ച് സൊല്യൂഷൻ കണ്ടെത്താം. മാധ്യമങ്ങളും നിങ്ങൾ ഇതേപോലെ ഇനി എവിടെയെങ്കിലും എന്തെങ്കിലും അട്രോസിറ്റീസ് നടക്കുന്നുണ്ടെങ്കിൽ അത് നിങ്ങൾ ധൈര്യമായിട്ട് ഇതേപോലെ ചൂണ്ടിക്കാണിക്കൂ. അതിന് പരിഹാരം കാണാൻ അമ്മയുടെ ഭാഗത്തു നിന്നും അല്ലെങ്കിൽ ഫിലിം ഇൻഡസ്ട്രിയുടെ ഭാഗത്തു നിന്നും ശ്രമങ്ങൾ ഉണ്ടാവും. ശ്രമങ്ങൾ ഉണ്ടായില്ലെങ്കിൽ ഇതേപോലുള്ള കാര്യങ്ങൾ നമ്മൾ ജനങ്ങളിൽ നിന്നും ഫേസ് ചെയ്യേണ്ടി വരും. ഇതിപ്പോ എല്ലാവരെയും ഞെട്ടിച്ചു വരുന്നു. പക്ഷെ അമ്മയുടെ നേതൃത്വത്തിരിക്കുന്ന ആളുകൾ പറയുന്നത് തങ്ങളെ അത്രയും ഞെട്ടിച്ചിട്ടില്ല എന്നുള്ള രീതിയിലുള്ള പ്രതികരണമാണ്. അല്ല അങ്ങനെ ഞെട്ടിച്ചിട്ടില്ല എന്നല്ല, എല്ലാവർക്കും ഷോക്ക്ഡ് ആണ് യഥാർത്ഥത്തിൽ. അങ്ങനെ ഏതെങ്കിലും ഭാഷയിൽ പറഞ്ഞ വാക്കുകൾ വെച്ച് നിങ്ങൾ പറയരുത്. അമ്മയിലെ അംഗങ്ങളെല്ലാം തന്നെ ഇത് ഷോക്ക്ഡ് ആയിരുന്നു. ഇങ്ങനെ ഒരു റിപ്പോർട്ടിലെ ഫൈൻഡിങ്സ് എന്ന് പറയുന്നത് ഞങ്ങൾ ഷോക്ക്ഡ് ആയിരുന്നു. ഇത്രയും ആരോപണങ്ങൾ ഓരോ ദിവസവും വന്നുകൊണ്ടിരിക്കുന്ന റിപ്പോർട്ട് ഷോക്കിംഗ് ആണ്. ഈ റിപ്പോർട്ട് പുറത്തു വരുന്നതിനോട് ഒരു തരത്തിലുള്ള പ്രശ്നവുമില്ല എന്ന് അമ്മ ആവർത്തിച്ച് പറയുകയാണ്. പക്ഷെ ഒരു സംശയം, ഈ റിപ്പോർട്ടിന് വേണ്ടി മാധ്യമപ്രവർത്തകർ ആക്ടിയെ പരിചയാണ്, അതിനുവേണ്ടിയുള്ള നിയമ പോരാട്ടം നടത്തുന്നു. ഒരു തുണ്ട് കടലാസ് പോലും ഈ സംഘടനകളൊന്നും ഈ റിപ്പോർട്ട് പുറത്തു വരാൻ വേണ്ടി നൽകിയില്ല. സ്വന്തം സംഘടനകളുടെയോ അല്ലെങ്കിൽ സ്വന്തം തൊഴിലുമായി ബന്ധപ്പെട്ടൊരു വലിയ അന്വേഷണം സർക്കാർ നടത്തിയിട്ട് അതിന്റെ എന്താണ് അതിന്റെ കണ്ടെത്തലെന്ന് അന്വേഷിച്ച് ഈ സംഘടനകൾ ആരും സർക്കാരിനെ സമീപിച്ചില്ല എന്നുള്ളത് സംശയകരമല്ലേ? അല്ല, സർക്കാർ നിയോഗിച്ച ഒരു കമ്മിറ്റിയാണ്. അതായത് മലയാള സിനിമയിൽ സ്ത്രീകൾ നേരിടുന്ന പ്രശ്നങ്ങൾ ഉൾപ്പെടെ ഇൻഡസ്ട്രി നേരിടുന്ന പ്രശ്നങ്ങളെ പഠിക്കാൻ വേണ്ടി ഹേമ കമ്മിറ്റിയെ നിയോഗിച്ചു. ആ ഹേമ കമ്മിറ്റിയുടെ റിപ്പോർട്ട് സമർപ്പിച്ചു. അപ്പോൾ പല കാരണങ്ങളാലും അത് തൽക്കാലം പുറത്തുവിടാൻ പാടില്ല. അതിനകത്ത് ഇരകളുടെ കാര്യത്തിലായിരുന്നാലും വേട്ടക്കാരന്റെ കാര്യത്തിലായിരുന്നാലും സീക്രസി മെയിൻറ്റെയിൻ ചെയ്യണമെന്നൊരു അഭിപ്രായം വന്നത് പ്രകാരം അപ്പോ അത് കുറച്ചുനാളല്ല ഏറെ വർഷം അത് പെൻഡിംഗ് ആയി. അപ്പോ തീരുമാനം നിയമപരമായിട്ടാണ് വരേണ്ടത്. ആ നിയമപരമായിട്ടുള്ളൊരു തീരുമാനം വരുന്നത് വരെ അമ്മ ഉടൻ തന്നെ റിപ്പോർട്ട് വെളിവിടൂ എന്ന് പറഞ്ഞാൽ എന്താണ്? ഇപ്പൊ തീർച്ചയായിട്ടും പറഞ്ഞത് കോടതിയുടെ പരിഗണനയിലിരിക്കുന്ന കേസാണ്. അന്ന് 2 മണിക്ക് ഇത് പുറത്ത് വിടുന്നത് വരെ 1:45 വിധിയും കൂടെ വന്നതിന് ശേഷമാണിത്, അല്ലെങ്കിൽ ആ വിധി പെൻഡിംഗ് വന്നതിന് ശേഷമാണ് ഇത് 2 മണിക്കാണ് പുറത്ത് വിട്ടത്. നിങ്ങൾ റൈറ്റ് ടു ഇൻഫർമേഷൻ പ്രകാരം ചോദിച്ച കാര്യം പുറത്ത് വരുന്നതിന് മുമ്പ് ഒരു കൺഫ്യൂഷൻ ഉണ്ടായിരുന്നു. ഒരു കേസിന്റെ വിധി കൂടെ വന്നതിന് ശേഷം മാത്രമേ പുറത്തു വരുള്ളൂ എന്ന് അന്ന് പറഞ്ഞിരുന്നു. എല്ലാവരും എങ്ങനെ ആ റിപ്പോർട്ട് കോടതിയുടെ പരിഗണനയിലിരിക്കുന്ന ഒരു കേസാണ്. തീർച്ചയായിട്ടും നമുക്ക് കൺസേൺ ഉണ്ട്. ഈ കൺസേൺ ഉള്ളപ്പോൾ പോലും ഇത് അമ്മയിലെ അംഗങ്ങൾക്കോ അല്ലെങ്കിൽ പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷനിലെയോ അല്ലെങ്കിൽ ഫെഫ്കയിലെയോ അംഗങ്ങൾക്കെതിരെ ഇത്രയും സ്റ്റേറ്റ്മെന്റ് ഉണ്ടെന്ന് നമുക്ക് എങ്ങനെ അറിയാൻ പറ്റും? ഇത് മെച്ചപ്പെട്ട അവസ്ഥയ്ക്ക് വേണ്ടി അട്രോസിറ്റീസ് ഇത്രയും ഉണ്ടെന്നുള്ള കാര്യം നമുക്കറിയില്ല. ഇൻഡസ്ട്രിയുടെ ഫംഗ്ഷനിങ് മെച്ചപ്പെടുത്താൻ വേണ്ടി കൂടിയാണ് ഈ കമ്മിറ്റി നിയോഗിച്ചത്. അതിലെ റെക്കമെൻഡേഷനാണ് നമ്മളെല്ലാവരും പ്രതീക്ഷിച്ചിരുന്നത്. അതിനേക്കാളും ഷോക്കിംഗ് ആയിട്ടുള്ള ചില വാർത്തകൾ വന്നിട്ടുണ്ട്. ഇല്ല, വ്യക്തിപരമായി വന്നിട്ടില്ല. ഇല്ല, ഇതേപോലെ വ്യക്തിപരമായിട്ടാണെങ്കിൽ അമ്മയിൽ ഇതേപോലെ പരാതി എഴുതി തന്നിട്ടുള്ള വേറെ എന്നെ ലൈംഗികമായി ചൂഷണം ചെയ്യാൻ ശ്രമിച്ചു എന്ന ഒരു പരാതി അമ്മയിൽ ലഭിച്ചിട്ടില്ല. ഇപ്പൊ അടുത്ത കാലത്ത് ഇവര് വളരെ മുമ്പുള്ള ഒരു പരാതിയുടെ അത് വീണ്ടും ഇത്തവണ തന്നിട്ടുണ്ട്. അത് പരിഗണിക്കാനുള്ള സമയമാകുന്നതേ ഉള്ളൂ. ആ എക്സ്പ്ലോയിറ്റേഷൻ പറഞ്ഞ് പരാതി രേഖപ്പെടുത്തുമ്പോൾ അതൊന്നും നടക്കുന്നില്ല, അങ്ങനെ ഒന്നും നടന്നിട്ടില്ല എന്ന് പറയാൻ നമ്മൾ ആരാണ്? നേരത്തെ പറഞ്ഞ ചോദ്യം ഒരിക്കൽ കൂടി ആവർത്തിക്കേണ്ടി വരികയാണ്. സ്വാഭാവികമായിട്ടും ഇത്രയധികം ആളുകൾ അവിടെ ഒരാൾ പോലും 2006 ശേഷമോ അല്ലെങ്കിൽ ഒരു പരാതി അല്ലാതെ ഒരു പരാതി അമ്മയ്ക്ക് മുമ്പിൽ ഇല്ല എന്ന് പറയുമ്പോൾ ഇത്രയധികം ആളുകൾ കമ്മിറ്റിക്ക് മുമ്പിൽ പോയി വെളിപ്പെടുത്തലുകൾ നടത്തുമ്പോൾ ഈ കമ്മിറ്റിയുടെ കെട്ടിലും മട്ടിലും ഇനിയും മാറ്റം ചെയ്ത് വേണ്ടത് അല്ല. ഇതിനകത്ത് ഈ കമ്മിറ്റി എന്ന് പറയുമ്പോൾ സർക്കാർ നിയോഗിച്ച കമ്മിറ്റിയില് ഒരു ക്ലോസ് റൂമില് വളരെ കോൺഫിഡൻസോടുകൂടി ഒരു ജസ്റ്റിസിന്റെ മുൻപിൽ പറയുന്ന കാര്യങ്ങൾ ചിലപ്പോ ഒരു സംഘടനയിൽ ചിലപ്പോൾ ഇതേപോലെ ഇത്രയും ആർജവത്തോടെ പറയാൻ ചിലർക്ക് മടി കാണും. അതുകൊണ്ടായിരിക്കും സർക്കാർ നിയോഗിച്ച കമ്മിറ്റി ജസ്റ്റിസ് ഹേമ കൊടുത്ത ഉറപ്പനുസരിച്ച് അവര് ചില കാര്യങ്ങൾ പറഞ്ഞതാണ്. അതിനു മുമ്പ് അതൊരു പരാതിയായിട്ട് അമ്മയുടെ മുമ്പിൽ എത്തിയിട്ടില്ല. അത് സത്യസന്ധമായിട്ടുള്ള കാര്യമാണ്. അതിനു മുമ്പ് ഹേമ കമ്മിറ്റിയുടെ മുൻപിൽ പറഞ്ഞിട്ടുള്ള പ്രസന്റ് ചെയ്തിട്ടുള്ള കാര്യങ്ങളൊന്നും തന്നെ അമ്മയുടെ ശ്രദ്ധയിൽപ്പെട്ടിട്ടില്ല. അമ്മയ്ക്കൊരു പരാതിയായി ലഭിച്ചിട്ടില്ല. അതിന്റെ അർത്ഥം ഇങ്ങനൊരു സംഭവം നടന്നിട്ടില്ല എന്നല്ല. നടന്നിട്ടുണ്ടാകാം. അത് എങ്ങനെയാണ് പരിഹരിക്കേണ്ടതെന്ന് ബഹുമാനപ്പെട്ട കോടതി പറയുന്നത് പോലെ തന്നെ ഈ നിർദ്ദേശങ്ങൾ ഇതിനൊരു പരിഹാരം കൂടി ജസ്റ്റിസ് ഹേമ നിർദ്ദേശിച്ചാൽ അതിനെയും സ്വാഗതം ചെയ്യും. ജസ്റ്റിസ് ഹേമ എത്രയോ ദിവസം സിറ്റിംഗ് നടത്തിയിട്ടാണ് ഇങ്ങനെ ചില ഫൈൻഡിങ്സ് രേഖപ്പെടുത്തിയിട്ടുള്ളത്. അപ്പൊ ഇങ്ങനെയൊക്കെ ചെയ്താൽ നന്നായിരിക്കും. ഇങ്ങനെ ചെയ്താൽ ഇത് ഒഴിവാക്കാൻ നമുക്ക് കഴിയും. ഇങ്ങനെ ചെയ്താൽ കാസ്റ്റിംഗ് കൗച്ച് ഒഴിവാക്കാൻ കഴിയും. ഇങ്ങനെ ചെയ്താൽ എക്സ്പ്ലോയിറ്റേഷൻ ഒഴിവാക്കാൻ കഴിയും. ഇങ്ങനെ ചെയ്താൽ പ്രൊഡ്യൂസേഴ്സ് ഇങ്ങനെ ചെയ്താൽ ആ ടോയ്ലറ്റ് ഫെസിലിറ്റീസിന്റെ കാര്യത്തിൽ അങ്ങനെയുള്ള നിർദ്ദേശങ്ങൾ കൂടി ജസ്റ്റിസ് ഹേമ ഇനിയും അവർക്ക് പറയാം. അവരത്രയും റെസ്പെക്റ്റഡ് ഒരു പേഴ്സൺ ആയതുകൊണ്ട് ഞാൻ പറയാണ്, ജസ്റ്റിസ് ഹേമ കുറെ നിർദ്ദേശങ്ങൾ അടിയന്തരമായി
സൊല്യൂഷൻസ് കൂടി വയ്ക്കണം എന്നുള്ളതാണ് ഈ കാര്യത്തിൽ എനിക്ക് ഏറ്റവും കൂടുതൽ റിക്വസ്റ്റ് ചെയ്യാനുള്ളത്. കാരണം അവരുടെ ഫൈൻഡിങ്സ് എല്ലാം സ്വാഗതം ചെയ്യുന്നു. അപ്പോൾ അവർക്ക് റെസ്പോൺസിബിലിറ്റി ഉണ്ട്. അവർക്കാണ് നമ്മളെക്കാൾ കൂടുതൽ ഈ സിനിമാ രംഗത്തുള്ള പ്രൊഡ്യൂസേഴ്സ്, ഡയറക്ടേഴ്സ്, സ്ക്രിപ്റ്റ് റൈറ്റേഴ്സ്, ആർട്ടിസ്റ്റ് എല്ലാവരും പറഞ്ഞ കാര്യങ്ങൾ വെച്ച് ഇന്ന രീതിയിലൊക്കെ പ്രവർത്തിച്ചാൽ നന്നാകും, ഒരു ഇൻഡസ്ട്രി നന്നാക്കാൻ എനിക്ക് ഇന്നതുപോലെ എന്റെ കമ്മിറ്റിക്ക്, എന്റെ നേതൃത്വത്തിലുള്ള കമ്മിറ്റിക്ക് ചില നിർദ്ദേശങ്ങൾ സമർപ്പിക്കാനുണ്ട് എന്ന് ജസ്റ്റിസ് ഹേമ ഇനിയെങ്കിലും പറഞ്ഞാൽ അതിനെ നമ്മൾ സഹർഷം സ്വാഗതം ചെയ്യും. അവരുടെ കൂടെ നിന്ന് ഇൻഡസ്ട്രി മെച്ചപ്പെടുത്താൻ വേണ്ടിയുള്ള ഒരു സജീവമായിട്ടുള്ള ഒരു പോരാട്ടത്തിന് ഞങ്ങൾ എല്ലാവരും ഉണ്ടാകും. സർക്കാർ പറഞ്ഞ കാര്യമുണ്ട്, ഇതിനകത്ത് ഇത് ഒരു പരാതിയായിട്ട് വന്നാൽ മാത്രമേ കേസെടുത്ത് അന്വേഷിക്കാൻ പറ്റുകയുള്ളൂ. അതിന്റെ മറുപടി പറഞ്ഞു കഴിഞ്ഞു, നേരത്തെ പറഞ്ഞു. അല്ല, അത് തന്നെ, അതിനെക്കുറിച്ച് അത് ഹൈക്കോടതിയിൽ ഞാൻ പറഞ്ഞല്ലോ, സീൽഡ് കവറിൽ ഹൈക്കോടതിയിൽ വെച്ചിരിക്കുകയാണ്. ഹൈക്കോടതിയുടെ നിർദ്ദേശപ്രകാരം നമ്മൾ തീർച്ചയായിട്ടും അതിന്റെ കൂടെ ഉണ്ടാവും. പരാതി പിന്നീട് അബദ്ധമാണെന്ന് പറഞ്ഞല്ലോ. ഏതാ ഒരു നടികൾക്ക് പരാതി പിന്നീട് അബദ്ധമാണെന്ന് പറഞ്ഞല്ലോ. നടി നടികൾക്ക് പരാതി അബദ്ധമാണെന്ന് പറഞ്ഞു, അവസരം ഇല്ലാതാവും. അല്ല, ഇപ്പൊ ഏതായിരുന്നാലും ശരി, ഇപ്പൊ ഞാൻ പറഞ്ഞല്ലോ, അവരവരുടെ അനുഭവമാണ്. അവരവരുടെ അനുഭവത്തിന്റെ വേദനയിൽ ഉൾക്കൊണ്ട് പറയുന്ന കാര്യങ്ങളെ പരിഹസിക്കാൻ പാടില്ല. അവരുടെ വേദന അവർക്കല്ലേ അറിയാൻ പറ്റുള്ളൂ. ആ വേദന അവർ അവസരം നിഷേധിക്കപ്പെട്ടു എന്നൊരു നടി പറയുമ്പോൾ അത് നമ്മൾ വിശ്വസിക്കണം. അങ്ങനെ നടന്നിട്ടുണ്ടെന്നുള്ള നമ്മൾ അന്വേഷിക്കണം. ഇങ്ങനെ അവസരം നിഷേധിച്ചത് ആര്, ആര് എന്ന ചോദ്യത്തില് ആ വ്യക്തി ഇതേപോലെ എന്തുകൊണ്ടാണ് നിഷേധിച്ചത് എന്ന് ചോദിച്ച് മനസ്സിലാക്കാനുള്ള ഉത്തരവാദിത്വം കൂടെ നമുക്കുണ്ട്. അല്ല, ഈ ആത്മയുടെ പ്രസിഡന്റ് എന്ന് പറയുന്നത് ഗണേഷ് കുമാർ സംസ്ഥാന മന്ത്രിസഭയുടെ ഒരു അംഗമാണ്. അങ്ങനെ ഒരാൾ ആ മന്ത്രിസഭയിൽ അടക്കം തുടരുമ്പോൾ ഇനി ഇതിനകത്ത് എന്ത് നടപടിയാണ് നമ്മൾ പ്രതീക്ഷിക്കേണ്ടത്? അല്ല, ആത്മയിലെ കാര്യങ്ങൾ എന്ന് പറയുമ്പോൾ അതിനകത്ത് ഇപ്പൊ ഗണേഷ് കുമാറിന്റെ മന്ത്രി എന്ന് പറഞ്ഞുകൊണ്ട് പറയാണ് അവിടെ രാഷ്ട്രീയമൊക്കെ വരും. ഞാൻ രാഷ്ട്രീയത്തില് ഞാൻ ഇല്ല. ഒന്നാമത് രാഷ്ട്രീയത്തിലില്ല. രണ്ടാമത് അദ്ദേഹത്തിനെതിരെ മത്സരിച്ച് പരാജയപ്പെട്ട ഒരാളാണ്. അപ്പൊ ആ രാഷ്ട്രീയം അദ്ദേഹത്തിനെതിരെ കോൺഫ്ലിക്ട് ഓഫ് ഇൻട്രസ്റ്റ് അല്ല. അതെ, അപ്പൊ അദ്ദേഹത്തിനെതിരെ ഞാൻ പറഞ്ഞല്ലോ, ആർക്കെതിരെ ആരോപണം വന്നിട്ടുണ്ടെങ്കിലും സമഗ്രമായ അന്വേഷണം വരണം. ഒരു നടി പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതെന്താ നമ്മൾ അവിശ്വസിക്കേണ്ട കാര്യമില്ലല്ലോ. ആ നടി പറഞ്ഞ കാര്യങ്ങൾ മീഡിയ വിശ്വസിക്കുന്നു, പിന്നെ നമ്മൾ അവിശ്വസിക്കേണ്ട കാര്യം എന്താ? നിങ്ങൾക്ക് ബോധ്യമുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഞങ്ങൾ നിങ്ങളുടെ കൂടെയാണ്. വ്യവസായത്തിൽ നേരത്തെ ആഭ്യന്തര പരാതി പരിഹാര സമിതിയൊക്കെ വേണമെന്ന് ആവശ്യപ്പെട്ടിട്ടുണ്ട് സഹപ്രവർത്തകർ. പക്ഷെ അതിനെപ്പറ്റി അല്ല, അത് ഹൈലി ടെക്നിക് കറക്റ്റായി, അതിന് ഹൈലി ടെക്നിക്കലാണ്. ഈ റിപ്പോർട്ട് തന്നെ ചൂണ്ടിക്കാണിക്കുന്നത് ICC ഒരു ഘട്ടത്തിലും സ്ത്രീകളുടെ വിഷയത്തിൽ ഇടപെട്ടിട്ടില്ലെന്ന് ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പറയുന്നു. ഞാൻ പറയാം അതിന് വ്യക്തമാക്കാൻ ഞാൻ പറയുന്ന മറുപടി നിങ്ങൾ കറക്റ്റ് ഇതായിട്ട് ഇങ്ങനെ തന്നെ കോട്ട് ചെയ്യണം. കാരണം ഇന്റേണൽ ഈ ഡിസിപ്ലിൻ കമ്മിറ്റി എന്ന് പറയുന്നത് അതില് ഒരു എന്താ പറയുക, നിയമപരമായിട്ടുള്ള അങ്ങോട്ടും ഇങ്ങോട്ടും നമുക്ക് എക്സ്ക്യൂസുകൾ പറയാവുന്ന രീതിയിൽ പഴുതുകളുള്ള ഒരു സംവിധാനമാണ്. യഥാർത്ഥത്തിൽ ഒരു തൊഴിലിടത്തിൽ, ഒരു ഫാക്ടറിയിൽ ആണെങ്കിൽ നമുക്ക് ഇതേപോലെ ഈ കമ്മിറ്റി രൂപീകരിക്കാം. ഇത് ഓരോ സെറ്റിലും ഓരോ ഗ്രൂപ്പ് ഓഫ് ആൾക്കാരാണ്. അപ്പൊ ഞാൻ അഭിനയിക്കുന്ന ഒരു ചിത്രം, ഇപ്പോ ഞാൻ അഭിനയിക്കുന്ന ഒരു ചിത്രത്തില് ആ ചിത്രത്തില് ഈ കമ്മിറ്റി 3 പേരായിരിക്കും. അടുത്ത ഓരോ സിനിമയിലും ഓരോ കമ്മിറ്റി വരും. അത് വേണോ? ഇൻഡസ്ട്രിക്ക് മൊത്തമായിട്ട് അഭിനേതാക്കളുടെ ഒരു റെപ്രസെന്റേറ്റീവ്, ഫെഫ്കയുടെ ഒരു റെപ്രസെന്റേറ്റീവ്, പ്രൊഡ്യൂസേഴ്സിന്റെ ഒരു റെപ്രസെന്റേറ്റീവ്, അല്ലെങ്കിൽ കൂടുതൽ എണ്ണം കൂടിക്കോട്ടെ, എല്ലാവർക്കും പ്രാതിനിധ്യമുള്ള ഒരു ഇന്റേണൽ കമ്മിറ്റി വന്നാൽ നന്നായിരിക്കും. ഇല്ലെങ്കിൽ ഇപ്പൊ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് വെച്ചിരുന്നാൽ അമ്മയ്ക്ക് അങ്ങനെ കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്യേണ്ട കാര്യമില്ല. എന്നാൽ പോലും ഇനി അതല്ല, ഈ സാഹചര്യത്തിൽ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് വന്ന സാഹചര്യത്തിൽ അമ്മയിൽ ഇതേപോലെ പരാതി ബോധിപ്പിക്കാനുള്ള ഒരു സംവിധാനം പ്രൊഡ്യൂസേഴ്സ് അല്ല, അതാത് സംഘടനകൾ തന്നെ കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്യണം എന്നാണ് പൊതുജന വികാരം, അല്ലെങ്കിൽ പൊതുവികാരമെങ്കിൽ അതും പരിഗണിക്കാം. വലിയ സംശയം തോന്നുന്ന ഒരു കാര്യമുണ്ട്. അതായത് ഇതുവരെ അമ്മയ്ക്ക് ഒരു പരാതിയും കിട്ടിയിട്ടില്ല എന്ന് അംഗം ആവർത്തിക്കുന്നുണ്ട്, ഭാരവാഹികളും ആവർത്തിക്കുന്നുണ്ട്. ഒരു പരാതി കിട്ടിയിട്ടുണ്ട്, പരിശോധിക്കുമെന്ന് പറയുന്നു. 5 വർഷം മുമ്പ് ഏതാനും നടിമാർ അല്ലെങ്കിൽ താരങ്ങൾ, അവർക്കൊപ്പം ചില വനിതാ പ്രവർത്തകർ എല്ലാവരും കൂടി WCC എന്ന ഒരു സംഘടന രൂപീകരിച്ച് വലിയ രീതിയിൽ ചില ആരോപണങ്ങൾ ഉന്നയിക്കുന്നുണ്ട്. ആ ആരോപണങ്ങൾ പരാതികളല്ലേ? ഈ അമ്മയും കുഞ്ഞുങ്ങളും എന്നൊക്കെയാണല്ലോ താങ്കളും. അല്ല, തീർച്ചയായിട്ടും കുഞ്ഞുങ്ങൾ അവർ ഈ പരാതി ഉന്നയിച്ചപ്പോൾ അമ്മയ്ക്ക് മുമ്പിൽ വന്ന പരാതികളല്ലേ? അല്ല, WCC ഉന്നയിക്കുന്ന കാര്യങ്ങൾ തീർച്ചയായിട്ടും പരിഗണിക്കപ്പെടേണ്ടതാണ്. WCC പരാതി തന്നിട്ടുള്ളത് അമ്മയ്ക്കല്ല, WCC പരാതി രേഖപ്പെടുത്തിയത് സർക്കാരിനാണ്. ആ പരാതിയുടെ അടിസ്ഥാനത്തിലാണ് ഹേമ കമ്മിറ്റി കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്തത്. ഇനിയും WCCക്ക് അമ്മയ്ക്കെതിരെ അല്ലെങ്കിൽ അമ്മയുടെ അംഗങ്ങൾക്കെതിരെ എന്തെങ്കിലും തെളിവുകൾ സഹിതമുള്ള ആരോപണം ഉണ്ടെങ്കിൽ വീണ്ടും അവരൊന്നും എഴുതി തരണമെന്നില്ല. അത് സമഗ്രമായ അന്വേഷണത്തിന് വിധേയമാണ്. അല്ല, 5 വർഷമായിട്ട് പറഞ്ഞൊരു കാര്യമുണ്ട്. അതായത് ആക്രമിക്കപ്പെട്ട നടിക്ക് നീതി കിട്ടണം, എല്ലാവരും അവരുടെ കൂടെയാണ് താങ്കൾ പറഞ്ഞു. പക്ഷെ കഴിഞ്ഞ 5-6 വർഷമായി ഈ നടി മെയിൻ സ്ട്രീമിൽ പുറത്താണ്. എന്തുകൊണ്ട് അങ്ങനെ സംഭവിക്കുന്നു? അപ്പോൾ പിന്നെ എങ്ങനെ നീതി കിട്ടണം എന്ന് പറഞ്ഞാൽ എത്രമാത്രം ആത്മാർത്ഥത അമ്മയ്ക്കുണ്ട് ഈ വിഷയത്തിൽ? അല്ല, മെയിൻ സ്ട്രീമിന് പുറത്താണ് എന്നുള്ള രീതിയിൽ ഞാൻ വിശ്വസിക്കുന്നില്ല. ഇപ്പോൾ തന്നെ ആക്രമിക്കപ്പെട്ട നടിയുടെ ഒരു ചിത്രം റിലീസാകാൻ പോവാണ്.
ഷാജി കൈലാസിന്റെ സംവിധാനത്തിൽ. അപ്പം മെയിൻ സ്ട്രീമിന് പുറത്തല്ല, അത് പിൻവലിക്കണം. വളരെ ഒരു വലിയ പ്രോജക്റ്റ് തന്നെ ആക്രമിക്കപ്പെട്ട നായികയായിട്ട് വരുന്നുണ്ട്. അപ്പം അങ്ങനെ മെയിൻ സ്ട്രീമിൽ നിന്ന് ആരെങ്കിലും ഒഴിവാക്കിയെന്ന് തോന്നുന്നുണ്ടെങ്കിൽ, ആ തോന്നുന്നു എന്ന് പറയുമ്പോൾ അതിനെ ചോദ്യം ചെയ്യാൻ എനിക്ക് അവകാശമില്ല. പക്ഷേ അതിൽ ഈ കാസ്റ്റിംഗ് എന്നൊക്കെ പറയുന്നത് സാധാരണഗതിയിൽ സംവിധായകരും നിർമ്മാതാക്കളും ഒക്കെയാണ്. അല്ലാതെ ഈ നടന്മാരെല്ലാവരും ഇന്നാര് വേണം എന്നൊക്കെ പറയുന്നത് ആരെങ്കിലും പറയുമ്പോൾ അവരുടെ വാക്കുകൾ നമുക്ക് കേൾക്കാം എന്നുള്ളതിൽ കവിഞ്ഞ് പൊതുവെ അതിനെ ഒരു പൊതുവൽക്കരണം, ഒരു ജനറലൈസേഷൻ നടത്തുന്നത് ശരിയല്ല. എന്നെ വിളിക്കുന്നത് ഒരു പ്രോജക്റ്റ് ഓണായി, അതിൽ സംവിധായകനും തിരക്കഥാകൃത്തും സംവിധായകനും കൂടി ഇരുന്ന് പ്രിലിമിനറി മീറ്റിംഗിൽ അവർ ഇന്ന റോൾ ആര് ചെയ്താൽ നന്നായിരിക്കും ചോദ്യം ഉയർന്നതിന് ശേഷം അത് ജഗദീഷ് ചെയ്താൽ നന്നാവുന്നുണ്ടെങ്കിൽ എന്നെ വിളിക്കും. അപ്പൊ ഞാൻ പോകും. അതിനു മുമ്പുള്ള ഒരു ഡിസിഷനോ ഗൂഢാലോചനയോ പവർ കമ്മിറ്റിയോ അല്ലെങ്കിൽ പവർ ഗ്രൂപ്പോ അങ്ങനെയൊന്നും ഇല്ല. ഈ വൈകിയ വേളയിലെങ്കിലും ഇനിയെങ്കിലും ഈ WCCയുടെ പരാതികൾ പരിശോധിക്കപ്പെടണം എന്ന് പറഞ്ഞു. പരിശോധിക്കണം. WCC ഉന്നയിച്ചിട്ടുള്ള കാര്യങ്ങളൊക്കെ തന്നെ ന്യായമായിട്ടുള്ള കാര്യങ്ങളാണ്. അവർ പറയുന്ന കാര്യങ്ങൾ. അപ്പൊ WCC നമ്മുടെ ശത്രുക്കളൊന്നും അല്ല. WCC ഇപ്പൊ ഞാൻ പറഞ്ഞ അമ്മ ഈ വനിതകളുടെ കാര്യത്തിൽ അമ്മ പുലർത്തുന്ന സമീപനം കുറച്ചുകൂടെ സ്ട്രോങ് ആക്കാൻ വേണ്ടിയാണ് WCC ഫോം ആയത്. അപ്പൊ ആ ഉദ്ദേശ ലക്ഷ്യങ്ങൾക്ക് വേണ്ടി അവർ പ്രയത്നിക്കുമ്പോൾ അമ്മയും അവരുടെ കൂടെ ചേർന്ന് തന്നെ പ്രവർത്തിക്കാം. സർക്കാരിന് നമുക്ക് സമീപിക്കാം. WCCയും അമ്മയും കൂടെ സംയുക്തമായിട്ട് സമീപിച്ച് നമുക്ക് പല കാര്യങ്ങൾക്കും സൊല്യൂഷൻ ഉണ്ടാക്കാം. അല്ല, ന്യായം അമ്മയിൽ ന്യായം കിട്ടാഞ്ഞിട്ടല്ല അത് ഫോം ആയത്. അമ്മയിൽ ന്യായം കിട്ടാഞ്ഞിട്ടല്ല. പൊതുവെ സ്ത്രീകളോടുള്ള ആ സമീപനത്തിലുള്ള മാറ്റം വരണമെന്ന് പറഞ്ഞ് അവർക്ക് വേണ്ടി ഫോം ചെയ്തതാണ്. അല്ല, അമ്മയോടുള്ള വിയോജിപ്പ് അമ്മ പിളർന്നല്ല WCC ഉണ്ടായി. ഇല്ല, അത് തെറ്റാണ്. അമ്മ പിളർന്നല്ല. അവർ രാജിവെച്ചായിരിക്കാം, പക്ഷെ അത് പിളർന്ന ഇതേപോലെ ഏതെങ്കിലും രാജിവെച്ചു. അതെ, രാജിവെച്ചു. അഭിപ്രായ വ്യത്യാസത്തോടെ രാജിവെച്ചു. അത് പ്രവർത്തന ശൈലിയോടുള്ള അവരുടെ ഏതെങ്കിലും തരത്തിലുള്ള വിയോജിപ്പ്. ആ വിയോജിപ്പ് അവർ തുടരുന്നുണ്ടോ എന്നുള്ളത് ഇനിയും നമുക്ക് തീരുമാനിക്കാം. ഇനി നമുക്ക് അവർക്ക് ഏതൊക്കെ സാഹചര്യത്തിലാണ് വിയോജിപ്പിന്റെ ആ മേഖലയൊക്കെ അതിർ വരുമ്പോഴൊക്കെ ഇല്ലാതായിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പൊ നമ്മൾ ഹേമ കമ്മിറ്റിയുടെ കാര്യത്തിലൂടെയെങ്കിലും നമുക്ക് എല്ലാവർക്കും ഒന്നിക്കാം. കുറേയധികം പേജുകൾ ഒഴിവാക്കിയാണ് വന്നേക്കുന്നത്. ആ പേജുകൾ കൂടി പുറത്തു വിടണമെന്ന് പറയുന്നുണ്ടോ? അല്ല, അത് പറഞ്ഞല്ലോ. അത് തീർച്ചയായിട്ടും ഹൈക്കോടതിയുടെ പരിഗണനയിലാണ്. പുറത്തു വിടുന്നതാണ് നല്ലത്. അത് ഹൈക്കോടതിയും കൂടെ തീരുമാനം പറയട്ടെ. ഹൈപ്പവർ കമ്മിറ്റി എന്ന് പറഞ്ഞാൽ ഇതുമായി യാതൊരു ബന്ധമുള്ള കാര്യമല്ല. ഹൈപ്പവർ കമ്മിറ്റി എന്ന് പറഞ്ഞാൽ ഇൻഡസ്ട്രിയുടെ അന്നത്തെ കാലത്തൊക്കെ പൊതുവായിട്ടുള്ള വിഷയങ്ങൾ എന്ന് പറഞ്ഞാൽ റെമ്യൂണറേഷൻ, പിന്നെ ഡിസ്ട്രിബ്യൂട്ടർ പ്രൊഡ്യൂസേഴ്സും തമ്മിലുള്ള ഷെയറിന്റെ വിഷയങ്ങൾ, ആർട്ടിസ്റ്റിന്റെ റെമ്യൂണറേഷൻ പറഞ്ഞിട്ട് കിട്ടാതാവുമ്പോൾ ഉള്ള പ്രശ്നങ്ങൾ, അത്തരത്തിലുള്ള പ്രശ്നങ്ങൾ ഇൻഡസ്ട്രിയുടെ കോമൺ ആയിട്ടുള്ള പ്രശ്നങ്ങൾക്ക് വേണ്ടിയായിരുന്നു. അന്ന് ഇത്തരം പ്രശ്നങ്ങളൊന്നുമില്ലായിരുന്നു യഥാർത്ഥത്തിൽ, അല്ലെങ്കിൽ അറിവില്ലായിരുന്നു. അന്ന് ഇത്തരം പ്രശ്നങ്ങൾ സോൾവ് ചെയ്യാൻ വേണ്ടി ഉണ്ടാക്കിയതല്ല ഹൈപ്പവർ കമ്മിറ്റി. ഇനി ഇത്തരം വിഷയങ്ങൾക്ക് വേണ്ടി എന്തെങ്കിലും ഹൈപ്പവർ കമ്മിറ്റി എന്നോ ഏത് പേരിട്ട് ആണെങ്കിലും ശരി, പുതിയ കമ്മിറ്റികൾ വരുന്നത് നല്ലതാണ്. ഞാൻ ഒരിക്കൽ കൂടി പറയുന്നു, ഹേമ കമ്മിറ്റി അതിന് വേണ്ട നിർദ്ദേശങ്ങൾ തരട്ടെ. സർക്കാരിന്റെ പോലെ തന്നെ നിർദ്ദേശങ്ങൾ തരാൻ പ്രാപ്തരായിട്ടുള്ള ആൾക്കാരാണ് ഹേമ കമ്മിറ്റിയിലുള്ളത്. ശാരദാമ്മ എത്രയോ വർഷത്തെ എക്സ്പീരിയൻസ് ഉള്ളത്. അപ്പൊ അവർക്ക് കുറെ സൊല്യൂഷൻസ് കൂടെ. നമുക്ക് പ്രശ്നങ്ങൾ എല്ലാവർക്കും ചൂണ്ടിക്കാണിക്കാം. ആ പ്രശ്നങ്ങളിൽ നിന്ന് നമ്മൾ ഒളിച്ചോടാൻ പാടില്ല. പക്ഷെ പ്രശ്നങ്ങൾ ചൂണ്ടിക്കാണിക്കുമ്പോൾ മാധ്യമങ്ങൾ ചർച്ച ചെയ്യുന്നു. ഇത്രയും ദിവസമായിട്ട് ചർച്ച ചെയ്യുന്നു. ഏറ്റവും സ്വാഗതാർഹമായിട്ടുള്ള കാര്യമാണ്. അതെന്തിനാ ചർച്ച ചെയ്യുന്നത്? വേറെ വിഷയങ്ങളില്ലേ എന്നൊക്കെ ചോദിച്ചാൽ ഇത് ഡിവിയേറ്റ് ചെയ്തുകൂടെ എന്ന് ചോദിക്കുന്നവരുണ്ട്. എനിക്ക് അതിനോട് യോജിപ്പില്ല. ഇത് കറന്റ് ഇഷ്യൂ ആണ്, റിലവന്റ് ഇഷ്യൂ ആണ്. പക്ഷെ ഇത് ചർച്ച ചെയ്യുമ്പോൾ സൊല്യൂഷൻസിന്റെ കാര്യത്തിൽ കുറച്ചുപേരൂടെ സജീവമായി പങ്കെടുക്കണം. എന്ത് ചെയ്താൽ സർക്കാർ പറഞ്ഞൊരു കാര്യമുണ്ട്. അതായത് കോൺഗ്രസ് വിളിച്ചുകൂട്ടി ചർച്ച പറയുന്നുണ്ട്. ഇപ്പൊ WCC പറയുന്നൊരു കാര്യം, ഇരകളെയും വേട്ടക്കാരെയും ഒരുമിച്ച് കോൺഗ്രസ് നടത്തിയാണോ ഒരു ക്രിമിനൽ കേസ് നിങ്ങൾ പരിഹരിക്കേണ്ടത്? അത് സർക്കാർ ഇരട്ടത്താപ്പാണ്, സർക്കാർ ഉദ്ദേശശുദ്ധി ശരിയല്ല എന്നാണ് പറയുന്നത്. താങ്കൾക്ക് ഈ കോൺഗ്രസ് എന്താണ് ചോദിച്ചത്? അല്ല, അവിടം തൊട്ട് തന്നെ നമുക്കൊരു സമന്വയത്തിന്റെ പാത തുടങ്ങാം. ഈ കോൺക്ലേവിന്റെ കാര്യത്തിൽ പങ്കെടുക്കുന്ന അംഗങ്ങളെ കുറിച്ച് ആർക്കെങ്കിലും വിയോജിപ്പുണ്ടെങ്കിൽ ആ വിയോജിപ്പ് മാറ്റി സർക്കാർ കോൺക്ലേവിന്റെ കാര്യത്തിൽ എല്ലാവർക്കും സ്വീകാര്യരായിട്ടുള്ള ആൾക്കാർ വരട്ടെ, കോൺക്ലേവ് വരട്ടെ. പരിഹരിക്കാൻ ആരെങ്കിലും റെഡിയായി വരുമ്പോൾ പരിഹരിക്കാൻ കഴിയില്ലെന്ന് നമ്മൾ ആദ്യമേ പറയുന്ന മുൻവിധിയോടെ കൈകാര്യം ശരിയാണോ? ഒരു പ്രശ്നം സോൾവ് ചെയ്യാൻ നല്ല ഉദ്ദേശത്തോട് കോൺക്ലേവ് സർക്കാർ കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ ഇതുകൊണ്ട് ഒരു കാര്യമില്ല എന്ന് പറയുന്നത് ശരിയല്ല. നമുക്ക് പ്രതീക്ഷയോടെ പോകാം, ശുഭപ്രതീക്ഷയോടെ നമുക്ക് മുന്നോട്ട് പോകാം. പിന്നെ അതില് കോൺക്ലേവിന്റെ കാര്യത്തിൽ, ഘടനയുടെ കാര്യത്തിൽ ഈ WCC പറയുന്ന പോലെ ഏതെങ്കിലും വ്യക്തികളോട് ആ വ്യക്തികൾ ആരോപണ വിധേയരാണെന്ന് WCCക്ക് അഭിപ്രായമുണ്ടെങ്കിൽ അവരെ ഒഴിവാക്കി നിർത്തട്ടെ.
നമുക്ക് നല്ലൊരു കോൺക്ലേവ് ഇവിടെ സംഘടിപ്പിക്കട്ടെ. അമ്മ ഒഴിവാക്കല്ല, സർക്കാർ ഒഴിവാക്കാം. സർക്കാരിനല്ലേ ഒഴിവാക്കാൻ കഴിയുക, അമ്മയ്ക്ക് ഒഴിവാക്കാൻ കഴിയില്ല. നമുക്കിതിനെ ഒരു ബോയ്ക്കോട്ട് ചെയ്യുന്നത് ഒരു ശരിയായിട്ടുള്ള രീതിയല്ല. സർക്കാർ പരിഗണിക്കുന്നതാണ്. കാര്യമായിട്ട് എന്തെങ്കിലും കാര്യങ്ങൾ ഉള്ളത് കൊണ്ടായിരിക്കുമല്ലോ WCC ചില അംഗങ്ങളുടെ കാര്യത്തിൽ, കോൺക്ലേവിന്റെ കാര്യത്തിൽ അവരെ സംഘടിപ്പിക്കുന്ന, അവരെ കൂടി ഉൾപ്പെടുത്തി ഇത്തരം കോൺക്ലേവ് നടത്തുന്നതിനുള്ള വിയോജിപ്പ് അവർ രേഖപ്പെടുത്തുന്ന എന്തെങ്കിലും കാര്യങ്ങൾ കാണുമല്ലോ. അവർ ഉത്തരവാദിത്വം ഇല്ലാതെ അത്തരം ഒരു കാര്യങ്ങൾ പറയില്ലല്ലോ. ആ കാര്യങ്ങൾ മനസ്സിലാക്കി സർക്കാർ ഒരു യുക്തമായ തീരുമാനം എടുക്കട്ടെ. തീർച്ചയായിട്ടും അംഗീകരിക്കും. അങ്ങനെ ഒരു കാര്യം WCC ഉത്തരവാദിത്വം ഇല്ലാതെ അങ്ങനെ ഒരു കാര്യം നിർദ്ദേശിക്കില്ലല്ലോ. അവരിപ്പോ കോൺക്ലേവിൽ വേട്ടക്കാർ ഉൾപ്പെട്ടിട്ടുണ്ടെന്ന് പറയുമ്പോൾ അത് വേട്ടക്കാരാണെന്ന് WCCക്ക് ബോധ്യമുണ്ടെങ്കിൽ ആ വേട്ടക്കാരൻ ഈ കോൺക്ലേവിൽ ഭാഗമായി വരാൻ പാടില്ലെന്ന് തന്നെയാണ് അമ്മയുടെ പക്ഷം. ഓക്കെ. ജഗദീഷിന്റെ പ്രതികരണം, അമ്മ എടുത്തത് ഒറ്റക്കെട്ടായ തീരുമാനം എന്ന് പറയുമ്പോഴും നേരത്തെ ജനറൽ സെക്രട്ടറി സിദ്ദിഖ് പറഞ്ഞ പല അഭിപ്രായങ്ങളെയും ഖണ്ഡിച്ചുകൊണ്ടുകൂടിയാണ് ജഗദീഷ് പറഞ്ഞത്. ഒറ്റപ്പെട്ട സംഭവങ്ങൾ എന്ന് ജനറൽ സെക്രട്ടറി സിദ്ദിഖ് പറഞ്ഞതിനെ ജഗദീഷ് എതിർത്തു പറയുന്നു. ഒറ്റപ്പെട്ട സംഭവങ്ങളല്ല ഈ വിഷയങ്ങളിൽ. ഒരു സംഭവമാണെങ്കിൽ പോലും അട്രോസിറ്റീസിനെതിരെ കേസെടുക്കണം, വീണ്ടും മൊഴി കൊടുക്കണമെന്ന് പറയുന്നതിൽ അർത്ഥമില്ല. കോടതി വിധി അനുസരിച്ച് കാര്യങ്ങൾ നടക്കട്ടെ എന്നാണ് ജഗദീഷ് പറയുന്നത്. വേട്ടക്കാരുടെ പേരുകൾ പുറത്തുവിടണം, അവർ അഗ്നിശുദ്ധി ചെയ്ത് തെളിയിക്കട്ടെ എന്നുകൂടി ജഗദീഷ് പറയുന്നു. അമ്മയിൽ ഒരു ഭിന്നതയുമില്ല, അമ്മ എല്ലാം ഒറ്റ വാക്കാണ് പറയുന്നത് എന്ന് പറയുന്ന ജനറൽ സെക്രട്ടറി സിദ്ദിഖിൽ നിന്ന് വ്യത്യാസമായിട്ട് കൂടിയാണ് ജഗദീഷിന്റെ അഭിപ്രായം. എന്തിനാണ് ഈ പരാതി പറഞ്ഞ നടിമാരെ അവിശ്വസിക്കേണ്ട കാര്യം എന്താണ്? ഇത്രയും വിഷയങ്ങൾ ഉന്നയിക്കുന്ന WCC അവിശ്വസിക്കേണ്ട കാര്യം എന്താണ്? ആ കാര്യങ്ങൾ റിപ്പോർട്ട് ചെയ്ത മാധ്യമങ്ങളെ അവിശ്വസിക്കേണ്ട കാര്യം എന്താണ്? അതുകൊണ്ട് ഈ വിഷയം അഡ്രസ് ചെയ്യേണ്ട കാര്യമാണ്, ഞെട്ടുന്ന വിഷയമാണ് എന്നാണ് പറയുന്നത്. കാസ്റ്റിംഗ് കൗച്ച് ചിലർക്ക് ഉണ്ടായിട്ടുണ്ട് ഈ അനുഭവം എന്ന് ജഗദീഷ് പറയുന്നു. ഈ കാസ്റ്റിംഗ് കൗച്ചിനെ കുറിച്ച് ഞങ്ങൾ കേട്ടിട്ട് പോലുമില്ല എന്ന് പറഞ്ഞാണ് അമ്മ ഭാരവാഹികൾ നേരത്തെ വാർത്താ സമ്മേളനത്തിൽ നിന്നത്. അതായത് അമ്മയിൽ തന്നെ അല്ലെങ്കിൽ താരസംഘടനകത്ത് തന്നെ സിനിമാ ഇൻഡസ്ട്രിയിൽ തന്നെ ഒന്നല്ല അഭിപ്രായം, വ്യക്തമായ അഭിപ്രായങ്ങളും നിലപാട് വ്യക്തമാക്കുന്നവരുമുണ്ട്. പ്രതികരണങ്ങളിലേക്ക് വരാം ഇടവേളയ്ക്ക് ശേഷം.